ഓക്കെ, ഹലോ എവരി വൺ, വെൽക്കം ടു ECB അക്കാഡമി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ ദിവസവും ഈ പറയുന്ന പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളെല്ലാം തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന അതേ സ്പിരിറ്റോട് കൂടി തന്നെ നിങ്ങൾ വീക്കിലി കറണ്ട് അഫയേഴ്സും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലേ, നമ്മളെല്ലാ ദിവസവും ഡിസ്കസ് ചെയ്ത് പോകുന്ന എൻ്റെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ഈ വീക്കിലി കറണ്ട് അഫയേഴ്സിലൂടെ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അല്ലേ. ഏകദേശം 10-50ഓളം വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനും അല്ലെ MCQ ടൈപ്പാണ് നിങ്ങൾക്ക് എന്ത് പറ്റി പഠിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റായിട്ട് അറിയിക്കാൻ എന്ത് ചെയ്യുക ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പം ഒരുപാട് വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ചോദ്യങ്ങളിലൂടെ കടന്ന് നമുക്ക് എന്ത് ചെയ്യാം ഉത്തരങ്ങളിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇറ്റലിയിലെ റോമിൽ വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറലായ ക്യൂഡോങ്ങുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച കേരളത്തിൽ നിന്നുള്ള തനത് കാർഷിക ഉൽപ്പന്നം ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ. ഈ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ഘട്ടങ്ങളിലായിട്ട് ഈ പറയുന്ന വിവിധ രാജ്യങ്ങളിലായിട്ട് എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബഹുമതികളും ഈ പറയുന്ന പോൾസ്റ്റാർ ഓഫ് ദ സ്വീഡൻ അവാർഡുകളും അതേപോലെ തന്നെ നെതർലൻഡ്സിന്റെയും ഒക്കെ ഒരുപാട് ബഹുമതികൾ ലഭിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ FAO തന്നെ അല്ലെ, FAO തന്നെ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് അഗ്രികോള മെഡൽ എന്ത് ചെയ്യുന്നു നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ. അഗ്രികോള മെഡൽ എന്ന് പറയുന്ന മെഡൽ എന്ത് ചെയ്തിരുന്നു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അങ്ങനെ പോയ സമയത്ത് ഈ പറയുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറലായ ക്യൂഡോങ്ങുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച കേരളത്തിൽ നിന്നുള്ള തനത് കാർഷിക ഉൽപ്പന്നം ഏതാണെന്നുള്ളതാണ്. ഏതാണത്? ഈ പറയുന്ന പാലക്കാടൻ ചുവന്ന മട്ടയരിയാണ് അല്ലെ. എന്താണത്? പാലക്കാടൻ ചുവന്ന മട്ടയരിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കട്ടെ. പാലക്കാടൻ ചുവന്ന മട്ടയരി അല്ലെ, ഒരുപാട് പോഷക സമ്പുഷ്ടമായ ഒരു അരിയാണ് പാലക്കാടൻ ചുവന്ന മട്ടയരി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രക്തത്തിലെ ബാക്ടീരിയയുടെ സാന്നിധ്യം വേഗത്തിൽ കണ്ടെത്താനുള്ള ചെലവ് കുറഞ്ഞ പോയിന്റ് ഓഫ് കെയർ കിറ്റ് അല്ലെ പ്രോകാൽസിനോൺ വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം ഏതാണെന്നുള്ളതാണ് അല്ലെ. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമുണ്ട്, ഒരുപാട് പഴക്കം ചെന്നതും ഒരുപാട് ഖ്യാതി കേട്ടിട്ടുള്ള സ്ഥാപനമാണ്. സ്ഥാപനത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് അല്ലെ. എന്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ പേര്. ഒരുപാട് പേരുകേട്ട സ്ഥാപനമാണ് അല്ലെ, ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പം രക്തത്തിലെ ബാക്ടീരിയയുടെ സാന്നിധ്യം വേഗത്തിൽ കണ്ടെത്തുന്നതിനായിട്ട് ചിലവ് കുറഞ്ഞ പോയിന്റ് ഓഫ് കെയർ കിറ്റ് വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം എന്ന് പറയുന്നത് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആണ്. അടുത്തത് എന്താണ്? മനുഷ്യരും ഡോൾഫിനുകളും തമ്മിലുള്ള ആശയവിനിമയവും സഹകരണ സ്വഭാവവും പഠിക്കുന്നതിനായിട്ട് കേരള സർവകലാശാല നടത്തുന്ന അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ പ്രധാന വേദി കേരളത്തിലെ ഏത് കായലാണെന്നുള്ളതാണ് അല്ലെ. കേരള യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പുതുതായിട്ട് ഒരു ഒരു പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. പഠന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് മനുഷ്യരും ഡോൾഫിനും തമ്മിലുള്ള ആശയവിനിമയവും സഹകരണവും പഠിക്കുന്നതിനായിട്ട് അവർ എന്ത് ചെയ്തിരിക്കുന്നു, അവർ കായൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് കായലാണത്? കൊല്ലത്തെ അഷ്ടമുടിക്കായലാണ് തെരഞ്ഞെടുത്തത് കേട്ടോ. എന്താണ്? കൊല്ലത്തെ അഷ്ടമുടിക്കായലാണ്. ഈ അഷ്ടമുടിക്കായലില് ഈ പറയുന്ന അതിനോട് ചേർന്ന് കാണപ്പെടുന്ന ഇപ്പൊ ഹംബാക്ഡ് ഡോൾഫിനുകളുണ്ട് അല്ലെ. ഹംബാക്ഡ് ഡോൾഫിനുകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് അഷ്ടമുടിക്കായൽ എന്ത് ചെയ്യുന്നത് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. അഷ്ടമുടിക്കായല് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേ അഷ്ടമുടിക്കായലാണ് പണ്ട് ഈ പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത് സീപ്ലെയിൻ ഒക്കെ ആദ്യമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ഈ അഷ്ടമുടിക്കായലിലേക്കായിരുന്നു അല്ലെ. ഓക്കെ അല്ലെ. അടുത്ത് നമുക്ക് നോക്കാം. ഈ ശാസ്താംകോട്ടക്കായൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ അല്ലെ. അടുത്ത് നോക്കാം. ഈ വേമ്പനാട് കായൽ എന്ന് പറയുന്നത് ആദ്യത്തെ ഈ പറയുന്ന കേരളത്തിലെ ആദ്യത്തെ വെറ്റ്ലാൻഡ് ഒക്കെയാണ് അല്ലെ. അടുത്ത് നമുക്ക് നോക്കാം. ഇന്ത്യയിലുടനീളം 100 ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വികസിപ്പിക്കുന്നതിനായിട്ട് 33,660 കോടി രൂപ ചെലവില് കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2026-27 സാമ്പത്തിക വർഷം മുതൽ 2031-32 വരെയുള്ള 6 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, പുതുതായിട്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത് ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ എന്നുള്ള അപ്പുറത്തേക്ക് കേന്ദ്ര ക്യാബിനറ്റ് അല്ലെ, ഇപ്പൊ സെൻട്രൽ ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നത് അല്ലെ, സെൻട്രൽ ക്യാബിനറ്റ് പുതിയൊരു പദ്ധതി എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്
അല്ലെ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ഭവ്യ ഭാരത് ഔദ്യോഗിക വികാസ് യോജന എന്നുള്ളതാണ്. അല്ലെ എന്താണ് ഭവ്യ ഭാരത് ഔദ്യോഗിക വികാസ് യോജന എന്നുള്ളതാണ് എന്ത് ചെയ്യുന്ന പദ്ധതിയുടെ പേര്, ഭവ്യ ഭാരത് ഔദ്യോഗിക വികാസ് യോജന. അപ്പൊ ഇന്ത്യയിലുടനീളം 100 ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വികസിപ്പിക്കുന്നതിനായിട്ട് 33,660 കോടി രൂപ ചെലവില് കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത് ഭവ്യ ഭാരത് ഔദ്യോഗിക വികാസ് യോജന. അല്ലെ എപ്പോഴും വികസിക്കുക അല്ലെ, വികസനമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. ആരുടെ വികസനം? ഭാരതത്തിന്റെ വികസനം അല്ലെ. അപ്പൊ ഭാരത ഔദ്യോഗിക വികാസ് യോജന, ഭവ്യ ഭാരത് ഔദ്യോഗിക വികാസ് യോജന എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പേര്. ഓക്കെ അല്ലെ, നോട്ട് ചെയ്ത് വെക്കുകയെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിവിധ കർമ്മ പദ്ധതികൾ, അതേപോലെ മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു നോക്കണം. ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ പഠിച്ചു നോക്കണം, ആത്മനിർഭർ ഭാരത് പഠിച്ചു നോക്കണം, PM ഗതിശക്തി പഠിച്ചു നോക്കണം അല്ലെ. മേക്ക് ഇൻ ഇന്ത്യ 2014 എന്ത് വരുന്നത്? 2014 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ത് ചെയ്യുന്നത് വരുന്നത്. 2014 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വരുന്നുണ്ട്. 2020 എന്ത് ചെയ്യുന്നത് ആത്മനിർഭർ ഭാരത് വരുന്നത് അല്ലെ. 2020 ആത്മനിർഭർ ഭാരത് വരുന്നത്. PM ഗതിശക്തി 2021 PM ഗതിശക്തി വരുന്നത് അല്ലെ. PM ഗതിശക്തി അല്ലെ. PM ഗതിശക്തി 2021 കൂടി തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് നോട്ട് ചെയ്ത് വെക്കട്ടോ. അടുത്തത് 3 പതിറ്റാണ്ടുകളായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഉത്തരാഖണ്ഡിലെ ഇൻഡോ ചൈന അതിർത്തി ഗ്രാമമായ അല്ലെ ഗുഞ്ചിയിലെ പ്രൈമറി സ്കൂൾ ഇന്ത്യൻ സൈന്യം അടുത്തിടെ പുനർനിർമ്മിച്ച് പ്രവർത്തന സജ്ജമാക്കിയത് ഏത് ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് അല്ലെ. 3 പതിറ്റാണ്ടുകളായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഉത്തരാഖണ്ഡിലെ ഇന്ത്യ ചൈന അതിർത്തി ഗ്രാമമായ ഗുഞ്ചിയിലെ, ഗ്രാമം ഓർത്തിരിക്കുക, ഗുഞ്ചിയിലെ പ്രൈമറി സ്കൂള് ഇന്ത്യൻ സൈന്യം അടുത്തിടെ പുനർനിർമ്മിച്ച് പ്രവർത്തന സജ്ജമാക്കിയത് ഏത് ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. ഏത് ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ്. ഇതൊരു സംഭാവനയാണെന്ന് ആലോചിച്ചാൽ, സംഭാവന എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ഒരു സദ്ഭാവനയാണെന്ന് ആലോചിച്ചാൽ മതി. അല്ല എന്താണ് ഓപ്പറേഷൻ സദ്ഭാവന എന്നുള്ളതാണ് അല്ലെ. സദുദ്ദേശം എന്ന് പറയുന്ന പോലെ തന്നെ സദ്ഭാവന അല്ലെ, ഓപ്പറേഷൻ സദ്ഭാവന. ഓക്കെ അല്ലെ. അടുത്ത് നമുക്ക് നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ ഏരിയൽ അംബാസഡർ എന്നറിയപ്പെടുന്നതും അടുത്ത 30 വർഷത്തെ സേവനം പൂർത്തിയാക്കിയതുമായ ഏഷ്യയിലെ ഏക 9 എയർക്രാഫ്റ്റ് ഫോർമേഷൻ എയറോബാറ്റിക് സംഘം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയറോബാറ്റിക് സംഘം എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഏതാണ്? സൂര്യകിരൺ എയറോബാറ്റിക് ടീമാണെന്ന് കണ്ണും പൂട്ടി കുത്തിക്കുക, ഉറപ്പാണ്. ഇന്ത്യൻ എയർഫോഴ്സിന് പ്രധാനപ്പെട്ട ഒരേ ഒരു എയറോബാറ്റിക് ടീമേ ഉള്ളതേ, അതിന്റെ പേരാണ് സൂര്യകിരൺ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങളിപ്പോ ശംഖുമുഖം ബീച്ചിലൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒക്കെ ഒരു ചുമന്ന പ്ലെയിനുകൾ ഇപ്പൊ അഭ്യാസം കാണിക്കുന്നത് അല്ലെ. ഈ പറയുന്ന 9 എയർക്രാഫ്റ്റ് ഫോർമേഷൻ നടത്താൻ ശേഷിയുള്ള ഏഷ്യയിൽ തന്നെ ഒരേ ഒരു എയർഫോഴ്സേ ഉള്ളൂ, അത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ പറയുന്ന കോമ്പാറ്റ് വിങ് ആയിട്ടുണ്ടായിരുന്ന സൂര്യകിരൺ ആണ് എന്ത് ചെയ്യുന്നത്, അതിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കോമ്പാറ്റ് ടീം എന്ന് പറയുന്നത് അല്ലെ, എയറോബാറ്റിക് കോമ്പാറ്റ് ടീം എന്ന് പറയുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഖ്യാതി എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ് അല്ലെ. കാരണം 1932 മുതലുള്ള വലിയൊരു ചരിത്രം ആർക്ക് പറയാനുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിന് പറയാനുണ്ട് അല്ലെ. ഇപ്പൊ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൽ നിന്നും പിന്നെ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിലേക്കും, റോയൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മാറ്റമുണ്ടായിരുന്ന വലിയ ചരിത്രമാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് പറയാനുള്ളത് അല്ലെ. 2ാം ലോക മഹായുദ്ധത്തിൽ എന്ത് ചെയ്യുന്നത്, ധീരമായി പോരാടിയത് ബർമയിൽ, ഫ്രാൻസിൽ, ജർമ്മനിയിൽ, ഇറ്റലിയിലൊക്കെ എന്ത് ചെയ്യുന്നത് പൊരുതി ചരിത്രമുള്ള വലിയ എയർഫോഴ്സ് തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അടുത്ത് നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 3 ഏത് ഉപകരണത്തിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രന്റെ ഉപരിതലത്തില് 2 വ്യത്യസ്ത പാളികൾ ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് എന്നുള്ളതാണ് അല്ലെ. എന്താണ് 2 വ്യത്യസ്ത പാളികൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഏത് ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ്? ചാസ്റ്റയുടെ സഹായത്തോടു കൂടി തന്നെ അല്ലെ. ചാസ്റ്റ എന്താണ്? ചാസ്റ്റ എന്ന് പറയുന്നത് ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് അല്ലെ. എന്താണ് ചന്ദ്രാസ്? ഓർത്തിരിക്കണേ, പേര് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ചന്ദ്ര സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ചാസ്തയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ചന്ദ്രാസ് എസ് ആണ് കേട്ടോ, ഇത് എസ് ആണ്. ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് ചാസ്ത എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് 2025 ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണെന്നുള്ളതാണ്. ആരാണ് 2025 ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, ആർമിയിൽ കയറുക എന്ന് പറഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളുടെ അഭിലാഷമാണ്. അപ്പൊ ഓർത്തിരിക്കണം, മേജർ അഭിലാഷ ബരാക്ക അല്ലെ. ആർക്കാണ് കിട്ടിയത്? മേജർ അഭിലാഷ ബരാക്ക. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന UN അതിന്റെ ഈ പറയുന്ന സുദീർഘമായ സേവനത്തിന് വലിയ സൈനിക ബഹുമതിയായിട്ടുണ്ടായിരുന്ന ഒരു മെഡൽ എന്ത് ചെയ്തിരുന്നു, ഇപ്പൊ 2 ഇന്ത്യൻ ആർമി ഓഫീസേഴ്സിന് എന്ത് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു, GSOസിന് എന്ത് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ആരെല്ലാം ആണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റായിട്ട് അറിയിക്കാം കേട്ടോ.
ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, മറന്നുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അത് ആരെല്ലാമാണെന്നുള്ളത്. പേരുണ്ട്, 2 പ്രധാനപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ്. അവർ ഈ പറയുന്ന സേവനം അനുഷ്ഠിച്ചത് ഉഗാണ്ടയിലും കോങ്കോയിലുമായിരുന്നു. ഓർക്കുന്നുണ്ടോ? അവർ 2 പേരെയും പേര് എന്ത് ചെയ്യുക, താഴെ നൽകുക. അതിനോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്യുക, ഈ പറയുന്ന റാങ്കും കൂടെ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. പേരിന്റെ ഒപ്പം റാങ്കും കൂടെ എന്ത് ചെയ്യുക, കൊടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഒരാളുടെ പേര് ഹർഭജൻ സിംഗ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പുള്ളിയുടെ റാങ്ക് എന്താണ്? അതേപോലെ അടുത്ത ആളെന്ന് പറയുന്നത് അദ്ദേഹം ഒരു നായക് സുബേദാണ്. പുള്ളിയുടെ പേരും കൂടെ എന്ത് ചെയ്യുക, കൊടുക്കണം കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരെ കുറിച്ച് അടുത്തിടെ പ്രകാശനം ചെയ്ത ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ്. ആരാണത്? PP സത്യനാണ് അല്ലെ. എന്താണ്? PP സത്യൻ. PN പണിക്കർ, PP സത്യൻ. PN പണിക്കരെ കുറിച്ച് ആദ്യം എഴുതി, PN സത്യൻ എന്ത് ചെയ്തു എഴുതി അല്ലെ. സത്യസന്ധമായി മാത്രമേ പുള്ളി പണിക്കരെ കുറിച്ച് എഴുതത്തുള്ളൂ അല്ലെ. അപ്പൊ PN പണിക്കർ, PP സത്യൻ. അടുത്തത് 2026 മെയ് മാസത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, ഏകദേശം 7ഓളം വരുന്ന മാർജാര വംശത്തിലുള്ള ജീവികളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച ഒരു ഐഡിയ ആണ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 26ാമത്തെ അംഗരാജ്യമായി ചേർന്നത് ഏത് രാജ്യമാണ്? 26ാമത്തെ രാജ്യമായി ചേർന്നത് ഏത് രാജ്യമാണ്? പറയാവോ? ഏത് രാജ്യമാണ്? ഇപ്പൊ നമ്മുടെ ഒപ്പേക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഒപ്പേക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നത് മാറിയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുന്നത് സൗദി അറേബ്യ അല്ലെ. ഏതാണത്? സൗദി അറേബ്യ. അടുത്തത് 2030 തന്നെ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് മനുഷ്യ ശരീരത്തില് ദീർഘകാല ബഹിരാകാശ യാത്രയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കാൻ ചൈന വിക്ഷേപിച്ച 1 വർഷം നീളുന്ന ബഹിരാകാശ ദൗത്യം ഏതാണെന്നുള്ളതാണ്. ഏതാണ് അതിന്റെ പേര്? നമ്മൾ പറഞ്ഞു ചൈനക്കാര് പൊതുവെ ഷോയാണ്. എന്തോ ഷോയാണ്? ഷെൻഷോ ആണ് അല്ലെ. എന്താണ്? ഷെൻഷോ 23 എന്നുള്ളതാണ് അല്ലെ. ഷെൻഷോ 23 എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചൈനയുടെ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ വിളിക്കുന്ന പേരെന്താണ്? ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് അല്ലെ. ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ചൈനയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ചൈനീസ് ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് CNSA, അതായത് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസി. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ 3 മീഥേൻ പുറന്തള്ളുന്ന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഒന്നായി ഐക്യരാഷ്ട്രസഭ കണ്ടെത്തിയ ഇന്ത്യയിലെ ലാൻഡ് ഫിൽ അല്ലേ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ 3 മീഥേൻ പുറന്തള്ളുന്ന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ഐക്യരാഷ്ട്രസഭ കണ്ടെത്തിയ ഇന്ത്യയിലെ ലാൻഡ് ഫിൽ ഏതാണെന്നുള്ളതാണ്. ഏതാണ് ഇന്ത്യയിലെ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്? ഏതാണ് ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ചേരിയെന്നും ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ കൊണ്ടിടുക എന്നൊക്കെ പറയുമ്പോഴേ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുക വലിയ ചേരി ഗ്രാമങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് നമ്മുടെ ധാരാവി പോലുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, പക്ഷെ ധാരാവിയിലല്ല, മുംബൈയിലെ കഞ്ചൂർ മാർഗ് ലാൻഡ് ഫില്ലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് അല്ലെ. ഈ പറയുന്ന മീഥേൻ പുറന്തള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് എന്താണത്? ഈ പറയുന്ന കഞ്ചൂർ മാർഗ് എന്ന് പറയുന്ന ബോംബെയിലെ, അതായത് ഇപ്പോഴത്തെ മുംബൈയിലെ ലാൻഡ് ഫില്ലാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്ന ആഡം സ്മിത്തിന്റെ ആഡം സ്മിത്ത്. ഓക്കെ, ഇത് ആഡം സ്മിത്ത് ആട്ടോ. ആഡം സ്മിത്തിന്റെ ഏത് പുസ്തകമാണ് 2026 250 വർഷം പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. ഏത് പുസ്തകമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, വെൽത്ത് ഓഫ് നേഷൻസ് അല്ലെ. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന യഥാർത്ഥ ഫുൾ ഫോം എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് ദ കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, അല്ലെങ്കിൽ ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് അറിയപ്പെടുന്ന എക്കണോമിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആദം സ്മിത്തിന്റെ പുസ്തകമാണ് അല്ലെ. അടുത്തത് 79ാമത് കാൻ ചലച്ചിത്രമേളയില് മികച്ച ചിത്രത്തിനുള്ള പാംഡോർ പുരസ്കാരം നേടിയ ഫ്യോദ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്നുള്ളതാണ്. ഫ്യോദ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നതാണ് മഞ്ജുവിന്റെ 3ാം മുത്തം എന്നൊക്കെ 2ാം മുത്തം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 2ാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ക്രിസ്ത്യാൻ മഞ്ജു എന്ത് ചെയ്യുന്നത് അല്ലെ. ക്രിസ്ത്യാൻ മഞ്ജു എന്ത് ചെയ്യുന്നത് ഈ അവാർഡ് കരസ്ഥമാക്കുന്നത് അല്ലെ. ഈ പറയുന്ന ക്യാൻസർ ചിത്രമേള എന്ത് ചെയ്യുന്നത് ഈ അവാർഡ് എന്ത് ചെയ്യുന്നത് സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് കൊടുത്തിരിക്കുക ക്രിസ്ത്യൻ മഞ്ജു. ഏത് മഞ്ജു ആണ്? ക്രിസ്ത്യൻ മഞ്ജു ആണ് അല്ലെ. സെറ്റ് അല്ലേ. ഇപ്പൊ 2ാം തവണയാണ് എന്ത് ചെയ്യുന്നത് പുള്ളി ഇത് കരസ്ഥമാക്കുന്നത് കേട്ടോ. 2ാം തവണ. അടുത്തത് ISROയുടെ വീനസ് ഓർബിറ്റൽ മിഷനായ ശുക്രയാനിൽ പങ്കാളിയാകാനും വീനസ് ന്യൂട്രീഷൻ അനലൈസർ എന്ന ഉപകരണം പരീക്ഷിക്കുവാനും തീരുമാനിച്ച രാജ്യം ഏതാണ്? രാജ്യം സ്വീഡൻ ആണ് ആ രാജ്യം അല്ലെ. എന്താണ്? സ്വീഡൻ ആണ് ആ രാജ്യം എന്നുള്ളത് അല്ലെ. ഈ പറയുന്ന വീനസിലൊക്കെ കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിക് എസ്കേപ്പ് പ്രോസസ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ പറയുന്ന VNA എന്ന് പറയുന്ന വിനീഷ്യൻ ന്യൂട്രൽ അനലൈസർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ആ ദൗത്യത്തിലേക്ക് സ്വീഡന്റെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ വീനസ് ന്യൂട്രീഷൻ അനലൈസർ എന്ന് പറയുന്നതാണ്. ന്യൂട്രൽസ് അനലൈസർ എന്ന് പറയുന്ന ഉപകരണമാണ് അല്ലെ. അപ്പൊ ഇതാണ് സ്വീഡനാണ് കേട്ടോ.
അടുത്തത് 2026 മേയിൽ ഇന്ത്യ സന്ദർശിക്കുകയും ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണെന്നുള്ളതാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? മാർക്കോ റൂബിയോ ആണ് അല്ലെ. ആരാണത്? മാർക്കോ റൂബിയോ ആണ്. മാർക്കോ റൂബിയോ അല്ലെ. ആരാണത്? മാർക്കോ റൂബിയോ ആണെന്നുള്ളതാണ് അല്ലെ. അടുത്തത് എന്താണ്? അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളും അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് അല്ലെ? ഈ പറയുന്ന പാവപ്പെട്ട വൃദ്ധന്മാർക്ക് അവർക്ക് എന്ത് ചെയ്യുന്ന അവരുടെ ജീവന്റെ വില എന്ന് പറഞ്ഞാൽ വലുതാണ് അല്ലെ. അപ്പോൾ ഓർത്തിരിക്കുക, ജീവൻ. ഇതാണ് ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റ് എൽഡർലി എംപവർമെന്റ് ആൻഡ് വിർച്വൽ അസിസ്റ്റൻസ് നെറ്റ്വർക്ക്. വിർച്വൽ അസിസ്റ്റൻസ് നെറ്റ്വർക്ക് എന്നുള്ളതാണ് ഈ പറഞ്ഞ ജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളും അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയം അല്ലെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത്. എന്താണ്? ജീവൻ. അടുത്തത് മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഭാവനകളും വിശകലനം ചെയ്ത് അവയെ മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന മെഷീൻ ഷോവൽ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്ത രാജ്യം. മെഷീൻ ഷോവൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ പറയുന്ന മൃഗങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മളെ അലക്കുന്നത് അല്ലെ. നമ്മൾ ഈ പറയുന്ന നീ ജോലിക്ക് പോകുന്നില്ല, എനിക്ക് എന്താ ജോലി കിട്ടിയില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പൊതുവെ നാട്ടുകാർ എന്ന് കേട്ട് അവരെടുത്തിട്ട് നമ്മൾ അലക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് അലക്കും? ഈ പറയുന്ന പട്ടിയും പൂച്ചകളും എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ടവൽ അലക്കുന്ന പോലെ അലക്കുമെന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ഈ പറയുന്ന ടവൽ അലക്കുന്ന പോലെ അലക്കുമെന്ന് ആലോചിച്ചാൽ മതി അല്ലേ. ഓക്കെ അല്ലെ. ടവൽ അല്ലെങ്കിൽ ഷവൽ എന്ന് ആലോചിച്ചാൽ ഷവൽ അല്ലെങ്കിൽ ടവൽ. ഓക്കെ, അങ്ങനെയൊക്കെ വെച്ച് ആലോചിച്ചാൽ മതി. എന്താണ്? ഈ പറയുന്ന മെഷീൻ ഷവൽ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ്. ഏതാണ് രാജ്യം? ചൈനയാണ് അല്ലേ. അടുത്തത് 2026 ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യയുടെ സംഘത്തെ അതായത് ചെഫ് ഡി മിഷൻ ആയിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ്. ആരാണ്? രാജാവാണ് ഈ പറയുന്ന എന്തിനു കൊണ്ടുപോകുന്നത്? എന്തിനു കൊണ്ടുപോകുന്നത്? കോമൺവെൽത്ത് ഗെയിംസിന് കൊണ്ടുപോകുന്നു ആലോചിച്ചാൽ മതി. രാജാവാണ് ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നത്? കോമൺവെൽത്ത് ഗെയിംസിന് കൊണ്ടുപോകുന്നത്. ഏത് രാജാവ്? രോഹിത് രാജ്പാൽ അല്ലേ. ആരാണ്? രോഹിത് രാജ്പാലാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. അടുത്തത് PT ഉഷ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് PT ഉഷ കേട്ടോ. അടുത്തത് അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കേരള വിജിലൻസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അഴിമതിരഹിതം. പുതുതായിട്ട് വന്നത് ആരാണ്? വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? രമേശ് ചെന്നിത്തലയാണ് അല്ലെ. രമേശ് ചെന്നിത്തല. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന എന്താണ്? പ്രോജക്ട് 0 ആണ് അല്ലെ. എന്താണ്? പ്രോജക്ട് 0 ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു? ഇപ്പൊ ഓപ്പറേഷൻ എന്താണ്? തൂഫാൻ, ദ നാർക്കോ ഹണ്ട്, അതായത് കൊണ്ടുവന്ന ആരാണ്? അതും ഈ പറയുന്ന നമ്മുടെ രമേശ് ചെന്നിത്തല അല്ലെ. അദ്ദേഹമാണ് ഈ പറയുന്ന രീതി എന്ത് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത് കൊടുത്തിരിക്കണേ, പ്രോജക്ട് 0. അടുത്തത് കേരള മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായിട്ട് നിയമിതനായ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? പുതിയ സെക്രട്ടറിയായിട്ട് നിയമിതനായ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? വാർത്തകളൊക്കെ ഇഷ്ടംപോലെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ആരാണ്? രത്തൻ യു കേൽക്കർ ആണ് അല്ലെ. ആരാണ്? രത്തൻ യു കേൽക്കർ ആണ് അല്ലെ. രത്തൻ യു പണ്ടത്തെ അതായത് തൊട്ടു മുമ്പത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്ന രത്തൻ യു കേൽക്കർ, അദ്ദേഹം പറഞ്ഞ സ്ഥാനം ഒഴിഞ്ഞത് കൂടി തന്നെ പുതുതായിട്ട് ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇപ്പൊ നിയമിതനായി. ഇന്നലെയാണ് നിയമിതനായത്. ആരാണത്? ഡോക്ടർ A പറയൂ. കൗശികൻ ആട്ടോ. എന്താണ്? കൗശികനാണ് എന്ന് പറയുന്നത്. കൗശികനാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ പുതുതായിട്ട് നിയമിതനായ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ. കൗശികൻ. ഓക്കെ അല്ലേ. സെറ്റ് അല്ലേ. അടുത്ത് നമുക്ക് നോക്കാം. എബോളയുടെ മാരകമായ വകഭേദമായ ബുണ്ടിബിഗു വൈറസിനെതിരെ ലോകത്ത് ആദ്യമായിട്ട് ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഏത് സർവകലാശാലയാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? പഴയ സർവകലാശാല. ഏതാണ്? ഓക്സ്ഫോർഡ് സർവകലാശാല. എന്താണ്? ഓക്സ്ഫോർഡ് സർവകലാശാല അല്ലേ. ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഹാർവേർഡും എല്ലാം അവിടെ ഉണ്ട്. ഏതെടുക്കണം? ഓക്സ്ഫോർഡ് തന്നെ തിരഞ്ഞെടുക്കണം അല്ലെ. ഓക്സ്ഫോർഡ് തന്നെ തിരഞ്ഞെടുക്കണം അല്ലെ. ഇത് പ്രധാനമായിട്ടും പടർന്നു പിടിക്കുന്നത് ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും അതേപോലെ തന്നെ ഉഗാണ്ടയിലും ഒക്കെ മറ്റുമായിട്ടാണ് അല്ലെ. ഉഗാണ്ടയിലും മറ്റുമായിട്ടാണ് പടർന്നു പിടിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കടപ്പത്രം ലേലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് നടക്കുന്നത്? കാരണം 1800 കോടിയോളം വരുന്ന ഗവൺമെന്റിന്റെ ബോർഡുകൾ വിറ്റതിന് ശേഷം കിട്ടുന്ന പൈസ ഈ പറയുന്ന കേരളത്തിന്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? കേരള സർക്കാർ ഈ ബോണ്ടുകൾ എന്ത് ചെയ്യുന്നു? ലേലം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരിലൂടെ പറ്റത്തുള്ളൂ? റിസർവ് ബാങ്കിലൂടെ കഴിയത്തുള്ളൂ അല്ലെ. അപ്പൊ അത് ഏത് പ്ലാറ്റ്ഫോം വഴിയാണെന്നുള്ളതാണ് അല്ലെ. പണം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ആരെ ഓടിയെത്തണം? കുബേരനെ ഓടിയെത്തണം അല്ലെ. ഈ കുബേരയാണ് അല്ലെ. ഈ കുബേർ എന്നുള്ളതാണ് പ്ലാറ്റ്ഫോമിന്റെ പേര് കേട്ടോ. അടുത്തത് ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റവും അസ്വാഭാവിക ജനസംഖ്യാ മാറ്റങ്ങളും പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ഏതായിരിക്കാം? ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവലേക്കർ. പുതിയ നമ്മൾ പറയുന്ന നവകേരളം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നവലേക്കർ അല്ലെ. എന്താണ്? നവലേക്കർ. പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുക, ഈ പറയുന്ന നുഴഞ്ഞു കയറിയ ആളുകളെല്ലാം പുറത്താക്കുക, പൂർത്തിനാ മതി അല്ലെ. ജസ്റ്റിസ്
പ്രകാശ് പ്രഭാകർ നവലേക്കർ. എന്താണ് ബന്ധപ്പെട്ടതാണ്? ഈ പറയുന്ന കുടിയേറ്റവും അസ്വാഭാവിക ജനസംഖ്യ മാറ്റങ്ങൾ പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ അടുത്ത് രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ. അടുത്തത്, ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ഇന്റർനെറ്റിലെ വിവരങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ച് അപ്ഡേറ്റുകൾ നൽകുന്നതിനായി ഗൂഗിൾ അടുത്തിടെ അവതരിപ്പിച്ച AI ഫീച്ചർ. അല്ലെ, പുതുതായിട്ട് അപ്ഡേറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? പുഷ് നോട്ടിഫിക്കേഷൻ തരും. അല്ലെ, അതായത് സാർ ഇത്രയും നാളായിട്ട് തിരക്കിക്കൊണ്ടിരുന്ന സാധനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, സാർ ഇത് അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ അറിയിക്കാം, നാട്ടെന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഒരു പുഷ് നോട്ടിഫിക്കേഷൻ തരും. അതിനെ വിളിച്ച പേരാണ് എന്താണ്? ഇൻഫോർമേഷൻ ഏജന്റ് എന്നുള്ളതാണ്. എന്താണ് ഇൻഫോർമേഷൻ ഏജന്റ്? ഇപ്പാരും നോക്കണ്ട, കിട്ടത്തില്ല. കാരണം ഈ പറയുന്ന പ്രോ ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ പറയുന്ന അൾട്രാ പ്രോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ഈ ജെമിനിയുടെ ഈ ഫീച്ചർ കിട്ടത്തുള്ളൂ. കേട്ടോ, ഗൂഗിളിന്റെ പരിപാടിയാണ്. ഇപ്പൊ കിട്ടത്തില്ല, കുറച്ചാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവർക്കും ആയിട്ട് തുറന്നു വരും. ഓക്കെ, ഇപ്പാരും നോക്കണ്ട കേട്ടോ. അപ്പൊ ഈ പൈസ കൊടുത്ത് ഉപയോഗിക്കുന്നവർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ ബോർഡ് അടുത്തിടെ അനുമതി നൽകിയ റൂട്ട് ഏതാണ്? അല്ലെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പുതുതായിട്ട് ഒരു ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ ഓടിത്തുടങ്ങിയത് ഹരിയാനയിലാണ്. ഹരിയാനയിലെ ജിന്ദ് സോനിപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഓടിത്തുടങ്ങുന്നത്. ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രെയിൻ ഓടുന്നത് എന്നുള്ള കാര്യം എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക, ഹരിയാനയിലെ ഹിന്ദ് സോനിപത്തിലാണ് എന്തോടുന്നത്? ഹരിയാന. ഹൈഡ്രജൻ ക്ലീൻ എനർജി, ഗ്രീൻ വിച്ച് മീൻസ് ഹരിയാലി. അല്ലെ, നമ്മൾ ഹിന്ദിയിലൊക്കെ പഠിച്ചില്ല ഹരിയാലി, പച്ചപ്പ്. അപ്പൊ അങ്ങനെ ചോർത്തിരിക്കണം, പച്ച, ഹരിയാലി, ഹരിയാന. അല്ലെ, അപ്പൊ അങ്ങനെ ഓർത്തിരിക്കണം. ഹരിയാന എന്ന് പറയുമ്പോൾ എന്ത് ഓടിത്തണം? ഗ്രീൻ എനർജി ഓടിത്തണം. അതായത് ഗ്രീൻ ഹരിയാലി വിച്ച് മീൻസ് ഹൈഡ്രജൻ. അല്ലെ, ഹരിയാലി അതായത് ഗ്രീനറി. അപ്പൊ നമുക്ക് എന്താണ്? ഹരിയാന കിട്ടണം. ഹരിയാനയായിട്ട് എന്ത് ബന്ധിപ്പിക്കണം? ഈ പറയുന്ന ഗ്രീൻ എനർജി ആയ ഹൈഡ്രജനെ ബന്ധിപ്പിക്കണം. വിച്ച് മീൻസ് ഈ പുതുതായിട്ട് ഇന്ത്യയിൽ ഓടിത്തുടങ്ങുന്ന ഗ്രീൻ ഹൈഡ്രജൻ ട്രെയിൻ അതെവിടെയാണ് ഓടുന്നത്? ജിന്ദ് സോനിപത്തില്. അതെവിടെയാണ്? ഹരിയാനയിലാണ്. അല്ലെ, എവിടെയാണത്? ഹരിയാനയിലാണ്. അല്ലെ, ഹരിയാന. അടുത്തിടെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയ ധണ്ടേവാല ഫീൽഡ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ധണ്ടേവാല ഫീൽഡ് നമ്മൾ പറഞ്ഞു, എണ്ണയൊക്കെ കുഴിച്ചെടുക്കണമെങ്കിൽ എവിടെ നിന്നായിരിക്കും കുഴിച്ചെടുക്കുക? മണ്ണിൽ നിന്നായിരിക്കും. മണ്ണെന്ന് പറഞ്ഞാൽ പൊതുവെ ഈ പറയുന്ന വളരെ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ആളുകളൊന്നും അധികം ഇല്ലാത്ത സ്ഥലത്ത് നിന്നായിരിക്കണം എന്ത് കുഴിച്ചെടുക്കേണ്ടത്. എവിടെ നിന്നാക്കിയപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കുഴിച്ചെടുത്തത് കേട്ടോ. എവിടെ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കുഴിച്ചെടുത്തത്. അല്ലെ, ഗുജറാത്തിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത്. അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ഈ പറയുന്ന ഓയിൽ ഫീൽഡ് എന്നൊക്കെ പറയുന്ന ബർമാറിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഓയിലൊക്കെ ഇപ്പം കുഴിച്ചെടുക്കുന്നതെന്നും അതേപോലെ തന്നെ ഈ പറയുന്ന ദിഗ്ബോയിലാണ് ആദ്യമായിട്ട് എണ്ണ കുഴിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടെത്തുന്നതെന്നും ആസാമിൽ ദിഗ്ബോയിലാണ്. അതേപോലെ തന്നെ ഈ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആസ്ഥാനം എന്ന് പറയുന്നത് ദുലിയാജൻ എന്ന് പറയുന്നത് ദുലിയാജൻ എന്ന് പറയുന്ന ആസാമിലാണെന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഗുജറാത്താണ് കേട്ടോ. എന്താണ്? ദണ്ഡേവാല ഫീൽഡ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അടുത്തത്, ഇന്ത്യൻ സൈന്യം അടുത്തിടെ കമാൻഡ് ഇന്റലിജൻസിനും ലോജിസ്റ്റിക് മാനേജ്മെന്റിനുമായി അവതരിപ്പിച്ച 2 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകൾ. അല്ലെ, കമാൻഡിനും അതേപോലെ തന്നെ കമാൻഡ് ഇന്റലിജൻസിനും ലോജിസ്റ്റിക് മാനേജ്മെന്റുമായി വികസിപ്പിച്ച 2 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം എന്താണ്? കൗഡല്യയും ക്യൂ ഫോഴ്സുമാണ്. അല്ലെ, പറയുന്ന കൗഡല്യയും ക്യൂ ഫോഴ്സുമാണ്. അല്ലെ, കൗഡല്യന്റെ അർത്ഥശാസ്ത്രം പഠിച്ചിട്ടില്ലേ? അപ്പം കൗഡല്യ എന്ന് പറഞ്ഞാൽ കമാൻഡ് ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്യുന്നത്? കമാൻഡ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആണ് കൗഡല്യ. ഇനി ക്യൂ ഫോഴ്സ് പറഞ്ഞാൽ ലോജിസ്റ്റിക് മാനേജ്മെന്റിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയുന്നത് ക്യൂ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ആദ്യമായി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനിച്ച യുദ്ധവിമാന പദ്ധതി ഏതാണ് പദ്ധതി? പദ്ധതിക്ക് ഒറ്റ പേരേ ഉള്ളൂ. പദ്ധതിയുടെ പേരെന്താണ്? അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, AMCA. അവര് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് HAL-നായിരുന്നു. പിന്നെടുത്ത് മാറ്റിയിട്ട് ആർക്ക് കൊടുത്തു? അത് ഈ പറയുന്ന ടാറ്റയ്ക്കും L&T കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ. ആർക്കാണ് ഉണ്ടാക്കാൻ ഏറ്റവും മിടുക്കായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് ആ മുന്നോട്ടേക്ക് വരും. അല്ലെങ്കിൽ പഞ്ചാബി ഹൗസിനകത്ത് പറയുന്ന ഇവന് ആർക്കതിനകത്ത് ഷൂ നല്ല പൊളിഷൻ അറിയാവുന്നത്, അല്ലെ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആർക്കാണ് വിമാനം ഉണ്ടാക്കാൻ നല്ലപോലെ അറിയാവുന്നത് അവൻ മുന്നോട്ടേക്ക് വരും, അവൻ ഈ സാധനങ്ങൾ ഏൽപ്പിക്കും. അല്ലെ, അപ്പൊ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ നിർമ്മാണം ആർക്കാണ് കൈമാറുന്നത്? പ്രൈവറ്റ് സെക്ടർ കമ്പനീസിനാണ് കൈമാറുന്നത് കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് അദാനിയുടെ പേരെങ്കാടാന്ന് പറഞ്ഞത് കേട്ടോ. അദാനിക്കല്ല, ടാറ്റയ്ക്കോ L&T ആയിരിക്കും കൈമാറുന്നത് കേട്ടോ. അപ്പം മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ലോകമാന്യ മധു ദാവന്തെ റെയിൽവേ ടെർമിനസ് എന്ന പുനഃനാമകരണം ചെയ്തത്? അല്ലെ, മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിന്റെ പുതിയ പേര് ലോകമാന്യ മധു ദാവന്തെ റെയിൽവേ ടെർമിനസ് എന്നുള്ളതാണ്. അല്ലെ, ഈ പറയുന്ന മധു ദാവന്തെ എന്ന് പറയുന്നത്, അല്ലെ, മധു ദാവന്തെ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ഈ പറയുന്ന കൊങ്കൺ റെയിൽവേയുടെ ശില്പിയാണ്. കൊങ്കൺ റെയിൽവേയുടെ ശില്പിയാണ് ആരെന്ന് പറയുന്നത്? മധു ദാവന്തെ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
അടുത്തത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണിയിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കാൻ ലക്ഷ്യത്തോടു കൂടി തന്നെ RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ രൂപീകരിച്ച കമ്മിറ്റി, ഏതാ കമ്മിറ്റിയുടെ പേര്? QSAFE. സേഫ് ആയിരിക്കുക, QSAFE, which means ക്വാണ്ടം സെക്യൂർ ആൻഡ് അഡാപ്റ്റീവ് ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റം അല്ലെ. ക്വാണ്ടം സെക്യൂർ ആൻഡ് അഡാപ്റ്റീവ് ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റം എന്നുള്ളതാണ് QSAFE എന്ന് പറയുന്നത്. QSHIELD അല്ല, QSAFE ആണ് അല്ലെ. QSAFE ആണ്, QSHIELD അല്ല, QSAFE ആണ് അല്ലെ. എല്ലാവരും സേഫ് ആക്കി നിർത്തുക. ആര് സേഫ് ആക്കി നിർത്തും? RBI സേഫ് ആക്കി നിർത്തും അല്ലെ. അടുത്തത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ചൈനയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BESS അടുത്തിടെ കമ്മീഷൻ ചെയ്തത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണത്? ഖവ്ഡ അല്ലെ. എന്താണ്? ഖവ്ഡ എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത് ഒരുപാട് കാര്യം പഠിച്ചു അല്ലെ. ഗുജറാത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് കാര്യം പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഇതുകൊണ്ട് പഠിക്കാം കേട്ടോ. ഖവ്ഡ ഗുജറാത്ത്. എന്ത് വരുന്നു? BESS വരുന്നു. അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഏറ്റവും വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എവിടെ വരുന്നു? ഗുജറാത്തിൽ വരുന്നു അല്ലെ. ഈ BESS നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. BESS നമ്മൾ മയിലാട്ടിയിൽ അല്ലെ. മയിലാട്ടി, അതായത് കാസർകോട്ടെ മയിലാട്ടി നമ്മുടെ KSEB എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഈ BESS കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഒരു ചോദ്യം കൂടെ പഠിക്കാം. നാസയുടെ ആർടെമിസ് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്നതിനായിട്ട് അടുത്തിടെ തിരഞ്ഞെടുത്ത പുതിയ ലൂണാർ വാഹനത്തിന്റെ പേര് എന്താ? പേര് CVL-1 എന്നുള്ളതാണ് അല്ലെ. എന്തിന്റെ പേര്? CVL-1 എന്ന് വെച്ചാൽ എന്താണ്? ക്രൂ ലൂണാർ വെഹിക്കിൾ 1 അല്ലെ. എന്താണ്? ക്രൂ ലൂണാർ വെഹിക്കിൾ 1 എന്നുള്ളതാണ് അല്ലെ. സോറി, വെഹിക്കിൾ 1 എന്നുള്ളതാണ് എന്ത് പറയുന്നത്? CLV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CLV ക്രൂ ലൂണാർ വെഹിക്കിൾ 1 അല്ലെ. ക്രൂ ലൂണാർ വെഹിക്കിൾ 1 അല്ലെ. എന്തിന്റെ ഭാഗമായിട്ട്? ആർടെമിസ് 3യുടെ ഭാഗമായിട്ട് ആളുകൾ എവിടെ കൊണ്ടുവന്നുണ്ട്? ചന്ദ്രനിൽ കൊണ്ടുവന്നുണ്ട്. ആർടെമിസ് 2 ഇപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളൂ അല്ലെ. ആർടെമിസ് 2 എന്താണ്? ഇപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളൂ. ചന്ദ്രനെ ചുറ്റി ഒന്ന് വന്നിറങ്ങിയതേ ഉള്ളൂ അല്ലെ. ക്രിസ്റ്റീന കോച്ച്, റീഡ് വെയ്സ്മാൻ, എന്താണ്, അതേപോലെ തന്നെ ജെറമി ഹാൻസൺ അല്ലെ. അങ്ങനെ പിന്നെ ഒരാളുണ്ടല്ലോ, വിക്ടർ ഗ്ലോവർ, ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ 4 പേര് അങ്ങോട്ട് പോയി വന്നിറങ്ങിയതേ ഉള്ളൂ അല്ലെ. അനി അടുത്ത വർഷം എന്ത് വരുന്നുണ്ട്? CLV വരുന്നുണ്ട്. അതായത് CLV അല്ല, ആർടെമിസ് 3 ദൗത്യം എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ. ഓക്കെ, അപ്പം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സയൻസ് ആൻഡ് ടെക്നോളജി അകത്തുനിന്നും അല്ലെ ബാക്കിയുള്ള ഒരുപാട് പദ്ധതികളുടെ ഭാഗമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാനും അതേപോലെ തന്നെ അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഒരുപാട് കാര്യം പറയുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് പഠിക്കുക. സംശയങ്ങളൊക്കെ എന്തെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സജഷൻസ് എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം താഴെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പം ക്ലാസ് കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഡെയിലി കണ്ടന്റ് ഫോളോ ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്യും അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, കൂടുതൽ നമ്മളത് പറഞ്ഞു കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റിവിഷൻ പോലെ എടുത്താൽ മതി കേട്ടോ. റിവിഷൻ പോലെ എടുത്താൽ മതി. കാരണം ഡെയിലി കണ്ട ഫേസ് പിന്നെ റിവിഷനെ കൂടെ ചെയ്യുമ്പോൾ അത്യാവശ്യം കാര്യമൊക്കെ ഓർമ്മ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്ര നേരം ക്ലാസ് കേട്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. വീണ്ടും ഇതേപോലെ സപ്പോർട്ട് നൽകാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.